Hi friends, കഴിഞ്ഞ ദിവസം നമ്മളൊരു R17 Pro എന്ന ഫോണിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഓപ്പോയുടെ. ഇന്ന് ഹോണറിന്റെ മാജിക് 2 എന്ന ഫോണിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആ ഫോണിന്റെ ഏകദേശം റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. അതിന്റെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് തന്നെ വരാവുന്ന ഒരു ഫോൺ. കുറച്ചധികം പ്രത്യേകതകൾ ഇതിനുമുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. ഹായ്, അപ്പോൾ നമുക്ക് നേരെ ഈ ഫോണിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നതിന് മുമ്പ് അതുപോലെ ഒരു ഓർമ്മിപ്പിക്കൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ നമ്മുടെ വീഡിയോസ് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. നമുക്കൊരു നല്ല സപ്പോർട്ടും ആവും. അവർ നമുക്ക് ഫോണിൻ്റെ കാര്യത്തിൽ കിടക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുന്നില്ല, അതൊക്കെ നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് നമുക്ക് നോക്കി മനസ്സിലാക്കാം. പകരം പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഡിസൈൻ്റെ കാര്യത്തിൽ തന്നെ തുടങ്ങാം. ഇത്തവണ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു വീഡിയോ പറഞ്ഞത് Mi Mix 3 എന്ന ഫോണിന് സ്ലൈഡിംഗ് മെക്കാനിസം, അതായത് ക്യാമറയൊക്കെ ആ ഒരു സ്ലൈഡറിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊണ്ടാണ് വരുന്നത്. ഫ്രണ്ട് സ്ക്രീൻ നമുക്ക് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് തന്നെ സ്ക്രീനായിട്ട് തന്നെ കിട്ടും, അതിൽ നോച്ചും കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സെറ്റപ്പ്. ഈ ഫോണും ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ്. സ്ലൈഡിംഗ് ആണ് മെക്കാനിസം. ആ സ്ലൈഡിങ്ങിലാണ് ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഫ്രണ്ട് പാനൽ നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഒരു ഡിസ്പ്ലേ ആയിട്ട് തന്നെ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ സ്ലൈഡിംഗ് മെക്കാനിസം ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകത. ഇപ്പോൾ കുറച്ചധികം ഫോണുകൾ ഇങ്ങനെ വരുന്നു. അടുത്തതായിട്ട് ലെനോവോയുടെ ഒരു ഫോണും വരാൻ പോകുന്നുണ്ട് ഇതേ സ്ലൈഡിംഗ് മെക്കാനിസമായിട്ട്. പണ്ട് കാലത്ത് നോക്കിയ ഫോണിലൊക്കെ കണ്ടിരുന്ന ആ സ്ലൈഡിംഗ് മെക്കാനിസം തിരിച്ചു വരികയാണ്. എന്തായാലും തവണ അത് യൂസ്ഫുൾ ആയ രീതിയിൽ തന്നെയാണ് വരുന്നത്. ക്യാമറയ്ക്കുള്ളിൽ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഒരു നല്ല സ്ക്രീൻ സ്പേസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ സൈഡിലെ ആദ്യത്തെ പ്രത്യേകത. പിന്നെ ഇതിലേക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം AMOLED സ്ക്രീനൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. അതൊക്കെ ഉണ്ട്. അപ്പോൾ ഡിസൈൻ്റെ സൈഡിൽ ഒരു നല്ല ചേഞ്ച്, സ്ലൈഡിംഗ് മെക്കാനിസം, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്, പിന്നെ റിയർ സൈഡിലത്തെ ഒരു മൊത്തത്തിലൊരു ഡിസൈൻ്റെ ഭംഗിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. ഹോണറിൻ്റെ ഫോണാണ്. എന്തായാലും അവർ ഡിസൈൻ്റെ കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഡിസൈൻ്റെ കാര്യത്തിൽ ഇവിടെയും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടിപൊളി ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് പെർഫോമൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജി തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. KIRIN 980 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. അത് ഹുവാവയുടെ ആദ്യത്തെ 7nm ചിപ്സെറ്റാണ്. അപ്പോൾ അതും ഏറ്റവും പവർഫുള്ളായ, ഈവൻ സ്നാപ്ഡ്രാഗൺ 845 കുറച്ചുകൂടി പവർ കൂടിയ ചിപ്സെറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു ചിപ്സെറ്റാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും നല്ല ചിപ്സെറ്റ്, ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയാണ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഉപയോഗിക്കുന്നത്. RAM 6GB 8GB ഒക്കെ വരുന്നുണ്ട്. 256GB വരെ സ്റ്റോറേജ് അതിന് വരുന്നുണ്ട്. 128 അതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ സ്റ്റോറേജ് വരുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഒരു പെർഫോമൻസ്, ഏറ്റവും നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ ഫോണിനുണ്ട്. ക്യാമറയിലേക്ക് വരുമ്പോഴാണ് അടുത്ത ഒരു സ്പെഷ്യാലിറ്റി. 1, 2 അല്ല 6 ക്യാമറയാണ് ഇത്തവണ മൊത്തമായിട്ട് ഈ ഫോണിനുള്ളത്. റിയർ സൈഡിൽ 3, ഫ്രണ്ട് സൈഡിൽ 3. റിയർ സൈഡിലെ 3, 4 നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ 3 ആദ്യമായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. റിയർ സൈഡിൽ ക്യാമറകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മെയിൻ ക്യാമറ 16 MP. രണ്ടാമതൊരു ക്യാമറ കൂടിയുണ്ട്. അത് വൈഡ് ആംഗിൾ ലെൻസാണ്. അതും ഒരു 16 MP. പിന്നെയും ഒരു ക്യാമറ വരുന്നു 24 MP. അത് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണോക്രോം സെൻസറാണ്. അതിന് പലതരത്തിലുള്ള യൂസ് ഉണ്ട്. എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ ആ ഒരു സെൻസർ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ 3 തരത്തിലുള്ള സെൻസറുകളാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഓക്കെ, 3 കാര്യങ്ങൾക്ക് 3 ക്യാമറ റിയർ സൈഡുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് റിയർ സൈഡിൽ 3, ഫ്രണ്ട് സൈഡിൽ 3, 6 ക്യാമറയുടെ സെറ്റപ്പുമായിട്ടാണ് നമ്മുടെ ഈ ഫോൺ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. അതാണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പ്രത്യേകത. അടുത്തായിട്ട് ബാറ്ററിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 3500 mAh ബാറ്ററിയാണ് വിത്ത് 40 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയും ഓക്കെ എന്ന് പറയാവുന്ന ഒരു 3500 mAh ബാറ്ററി. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ലൈഡിംഗ് മെക്കാനിസവും നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോയും അതിൻ്റെ ഒപ്പം നല്ല സ്റ്റൈലിഷ് ഡിസൈൻ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്, KIRIN 980 പോലെ ഏറ്റവും നല്ലൊരു പ്രൊസസ്സർ വെച്ച് വരുന്നു. അപ്പോൾ തന്നെ ഒരു 1, 2 അല്ല 6 ക്യാമറ നിരത്തി വെച്ചുകൊണ്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാമറ സെറ്റപ്പും ബാറ്ററി 40 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ടോട്ടലായിട്ട് നല്ലൊരു പാക്ക് തന്നെയാണ്. R17 Proയ്ക്ക് പറ്റിയ ഒരു എതിരാളി തന്നെ. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇന്ത്യയിൽ വന്നിട്ടേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അത് ഇന്ത്യയിലേക്ക് വരട്ടെ. ഇതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 40,000 രൂപയ്ക്കാണ്. 45,000 രൂപയോളം വരുന്നുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് വേരിയൻറ്റിന് ഏറ്റവും കൂടിയ വേരിയൻറ്റ് വരുന്നത് 8GB RAM 256GB സ്റ്റോറേജ് ആണ്. അതിന് 50,000 രൂപയോളം വില വരുന്നുണ്ട്. എന്തായാലും ഈ പ്രൈസ് റേഞ്ചും കൂടി കമ്പയർ ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ R17 Proയ്ക്ക് ഒരു നല്ല എതിരാളിയാണോ അതോ ഇനി അതിനേക്കാൾ കൂടിയ ക്വാളിറ്റി ഉള്ള സംഭവമാണോ നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, KIRIN 980 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് R17 Proയിൽ ഉപയോഗിച്ചിരിക്കുന്ന 710 എന്ന ചിപ്സെറ്റിനേക്കാൾ പവർ കൂടിയത് തന്നെയാണ്. പെർഫോമൻസിൽ ഇത് അതിനേക്കാൾ മുകളിലാണ്. എങ്കിലും ബാക്കി വിശദാംശങ്ങളെല്ലാം നമുക്ക് ഫോൺ നമ്മുടെ ഇടയിലേക്ക് എത്തിയതിന് ശേഷം നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.